ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ഇട്ടാണ് വന്നതാവും നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടാവുക. പ്രത്യേകിച്ച് ഇല്ലാത്ത ഇതുവരെ കാണാത്ത ഏതൊരു വീഡിയോ അല്ലേ, അതിനെ കുറച്ച് വെറൈറ്റി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഹാളിലൊക്കെ പറ്റുന്നത്, എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ നമ്മുടെ ഡൈനിങ് റൂമോ അല്ലെങ്കിൽ ഹാളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പറ്റുന്ന വെക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോർണർ വാൾ ഡെക്കോർ. എൻ്റെ റൂമിൻ്റെ എൻ്റെ ഹാളിൻ്റെ കോർണർ തന്നെ ഭയങ്കര എം ടി ആയിട്ട് ഒരു സൈഡ് മാത്രമുണ്ട് എം ടി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ പിന്നെ ഞാനൊക്കെ ഒരുപാട് ഡെക്കറേഷൻ ചെയ്തിട്ട് സ്ഥലമില്ലാഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ എന്നാൽ പിന്നെ ഈ ഒരു ഷെൽഫും അതുപോലെ തന്നെ വേറെ നമ്മളെ വിസ്റ്റേറിയ ഫ്ലവർ എന്നൊക്കെ പറയില്ലേ, അതും അങ്ങനെ രണ്ട് ഡെക്കോഴ്സാണ് ഞാൻ മിക്സഡ് ആയിട്ട് എൻ്റെ ഒരു പ്ലാനിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അങ്ങനെ ഞാൻ ഒരുപാട് നേരത്തെ സെർച്ചിങ്ങിൽ ഞാൻ അത്രയ്ക്ക് വലിയ പ്ലാനൊന്നും ആയിരുന്നില്ല. എന്താ പറയുക, ഒരുപാട് പ്രാവശ്യം ഞാൻ നോക്കി, പക്ഷെ എനിക്ക് വലിയ കോർണർ ഡെക്കോഴ്സ് ഒന്നും ഹാളിൽ പറ്റിയത് കിട്ടിയില്ല. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടത്, മീൻസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡെക്കോഴ്സ് ആയിരുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ പൈസയുടെ ചിലവൊന്നുമില്ലാതെ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഡെക്കോഴ്സ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫോണിലൊക്കെ നോക്കി ഒരുപാട് നേരം നിന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഒത്തിരി നേരം നോക്കിയിട്ടും എനിക്ക് എൻ്റെ പ്ലാനിങ്ങിലുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എന്തായാലും വിസ്റ്റേറിയ ഫ്ലവേഴ്സിൽ പിന്നെ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ ഷെൽഫ് ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നല്ലോ, അത് അതൊന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് അതിനായിട്ട് ഇതുപോലത്തെ കാർഡ്ബോർഡും അതുപോലെ ബ്ലാക്ക് പെയിൻ്റാണ് കേട്ടോ ഞാൻ അതിന് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാനത് നമ്മുടെ ഇത് ഷെൽഫ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ട്രാൻസിഷനായിട്ട് ഉണ്ടാക്കുന്ന കാര്യമല്ലോ, ഭയങ്കര സിമ്പിളാണ് ഈ ഷെൽഫ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചൊക്കെ നിങ്ങൾക്ക് വേറെ കിട്ടും. ഞാൻ എനിക്ക് ആ ഷെൽഫ് ഉണ്ടാക്കുന്നത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇടയ്ക്ക് ചെറിയൊരു സംഭവം ഉണ്ടായിട്ട് അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഷെൽഫ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഷെൽഫ് അങ്ങനെ ട്രാൻസിഷൻ വഴിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഈ ഷെൽഫ് ഇനിയിപ്പോൾ അവിടെ വെച്ച് നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് വെച്ച് നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് വേണ്ടത് വിസ്റ്റേറിയ ഫ്ലവേഴ്സാണ്. അങ്ങനെ ഞാൻ വിസ്റ്റേറിയ ഫ്ലവേഴ്സ് മേക്ക് ചെയ്യണതൊക്കെ നോക്കി, പക്ഷേ ഇതിലൊക്കെ കാണുന്നത് പോലെ എൻ്റെ ഒരു ഇതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും എനിക്കുള്ളൊരു പ്ലാനിങ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുകയാണ്. സോ കണ്ടോളൂ. 3, 2, 1. അങ്ങനെ ഗൈസ് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാ, ഇത് ഞാൻ 2 പീസായിട്ട് കട്ടല്ല വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഷോഫൊക്കെ കാട്ടി കത്തിരിക എടുത്തത് കേട്ടോ. അങ്ങനെ അത് ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ ഷോഫ് കാട്ടി അത്ര ഉണ്ടായിരുന്നില്ല, നല്ലപോലെ പ്രയാസം ഉണ്ടായിരുന്നു കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത് 2 പീസായിട്ട്, കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളത് തന്നെയാണിത്. ഇനി നമുക്ക് ഇതുപോലെ കാണുന്നത് പോലെ വിസ്റ്റേറിയ ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല പെടാപ്പാടുള്ള പണി തന്നെയാണ് കേട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് വിസ്റ്റേറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ആകെ 50 രൂപ വരുന്നുള്ളൂ. ഇത് ഞാൻ ക്രാഫ്റ്റിനായിട്ട് മേടിച്ചതാണ്. അന്ന് ഞാൻ നമ്മുടെ കണ്ണൂർ ട്രിപ്പ് പോയില്ലേ, അന്ന് ഞാൻ നമ്മുടെ CBC നിന്ന് മേടിച്ചതാണ്. ഇപ്പം അങ്ങനെ ഞാൻ ഹോളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് എടുക്കുന്ന ടിഷ്യൂ അവിടെ വന്നിട്ട് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ടിഷ്യൂ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഇതാണ്. സോ അങ്ങനെ ഞാൻ ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് ഇനി നമുക്ക് വിസ്റ്റേറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കണം. സത്യം പറഞ്ഞാൽ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വേസ് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും കാണിക്കുന്നത് പോലെ ചിലവർ ടിഷ്യൂവിൽ പെയിൻറ്റ് ചെയ്തിട്ട് അത് ഉണക്കാൻ പക്ഷേ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഞാൻ എത്ര ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടും എനിക്ക് ആ വിസ്റ്റേറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഭയങ്കര ടഫായിട്ടുള്ളൊരു ചാലഞ്ച് തന്നെയായിരുന്നു എനിക്ക് ആ വിസ്റ്റേറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിഷ്യൂസൊക്കെ ഒരു ടിഷ്യൂരെ 4 പോർഷൻ ആക്കിയിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2 ടിഷ്യൂ എടുത്തിട്ട് 4 പോർഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പണി ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. 6 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനൊന്നും അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയൊന്നും അല്ല. പക്ഷെ എന്നാലും ഞാനിപ്പോൾ എൻ്റെ പരീക്ഷണങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോസിലൊക്കെ കാണുന്നത്, ഇതുപോലെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഈ ഒരു സംഭവം ചെയ്തിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരാം. ഞാൻ എന്തായാലും അറ്റ് ലാസ്റ്റ്ലി എനിക്ക് വിചാരിച്ച പോലെ ഞാൻ വിസ്റ്റേറിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത് ചെയ്യുന്നത് റോങ് ആണ് കേട്ടോ, ഭയങ്കര തെറ്റൊക്കെയാണ്, ഒരുപാട് തെറ്റൊക്കെയാണ്. അങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പൊട്ടത്തരങ്ങളൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കത് കണ്ടിട്ട് ബോറടിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടുള്ളത്. പക്ഷെ എത്ര ചെയ്തിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അതെന്തോ ചെറിയത്, പക്ഷേ ഇനിയും വലുത് വരാൻ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സൗണ്ടൊന്നും കേട്ടിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു അലങ്കാര പണിക്ക് വെച്ചതാണേ. പക്ഷേ ഈ കളർ വലിയതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. Hey, what are you doing?
Something. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. No, 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 no. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ എന്റെ ഒരു കൈ എവിടെയാടേ? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. പക്ഷെ അതൊന്നും കൂടാതെ അതൊന്നും ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ അതൊക്കെ തെറ്റായിരുന്നു, അതൊക്കെ എൻ്റെ പരീക്ഷണമായിരുന്നു. അങ്ങനെ ഞാൻ പറയുകയാണ് വീഡിയോ ഫുള്ള് കണ്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ വീണ്ടും വന്ന് മക്കളെ ട്രാൻസിഷനായിട്ട് അതെ ആ സൈഡിൽ കാണുന്ന ഫ്ലവറില്ലേ, ആ ഫ്ലവറാണ് ഞാൻ മേക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് എനിക്ക് വെസ്റ്റ് ഫ്ലവേഴ്സ് ആയിട്ട് നന്നായിട്ട് തോന്നിയത്. ഞാൻ മേക്ക് ചെയ്തിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ അത് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ചെറിയൊരു ട്രാൻസിഷൻ വീഡിയോ പോലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതേമാതിരി ഫ്ലവേഴ്സൊക്കെ വെട്ടിയെടുക്കണം, ഓരോരോ സൈസിലാക്കണം, വലുത് ടു ചെറുത്, അങ്ങനെയാണ് നമുക്ക് സൈസ് വരുന്നത് കേട്ടോ. എന്നിട്ട് അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇനി അതൊക്കെ ഒന്ന് അതിൽ നിന്ന് മീൻസ് ഒട്ടിക്കിടക്കുകയാണല്ലോ ടിഷ്യൂ, അതൊക്കെ നമുക്ക് വേർപ്പെടുത്തിയിരിക്കണം. അങ്ങനെ ഞാൻ എല്ലാതും കൂടി ഇതേ വേർപ്പെടുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു ഫ്ലവർ മേക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലവർ മേക്ക് ചെയ്യാനുള്ളതാട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇനി നമുക്ക് ഫൗണ്ടേഷനല്ല നമ്മുടെ ബ്ലഷ് ഉണ്ടാവില്ലേ, ആ ബ്ലഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കുക. അതെടുത്തിട്ട് ഇതുപോലെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കുക, സെൻറ്ററിലോ സൈഡിലോ അങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ത്രെഡ് എടുക്കുക, സൂചി എടുക്കുക, അതിൽ കോർക്കുക. എന്നിട്ട് ആദ്യം തന്നെ ചെറുതാട്ടോ ഞാൻ ഇടുന്നത്. ഇങ്ങനെ ചെറുതെടുത്തിട്ട് ഇങ്ങനെ ആദ്യം തന്നെ ഈ ഒരു കോണായിട്ട് ചുരുട്ടിയിട്ട് വേണം ഇങ്ങനെ ഇടാൻ മാല പോലെ. എന്നിട്ട് അങ്ങനെ ചെറുതിട്ട് വലുത് വരെ ഓരോരോ സൈസിൽ ഇങ്ങനെ ഈ 4 ഏറ്റവും ചെറുതിടുക, പിന്നെ 4 അതിനേക്കാളും കുറച്ച് വലുതിടുക, പിന്നെ 4 ഏറ്റവും വലുതിടുക. അങ്ങനെയാണ് കേട്ടോ ഇടേണ്ടത്. ഞാനിത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ ഭയങ്കര സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ അത്. ഭയങ്കര സിമ്പിൾ ആൻഡ് ക്യൂട്ട്, എല്ലാതും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ്. അങ്ങനെ ഈ ഫ്ലവേഴ്സൊക്കെ കൂടി ഞാൻ ഇതിനകത്ത് കുത്തിക്കയറ്റുന്നുണ്ട്. അങ്ങനെ ചെറുതിട്ട് വലിയ സൈസിൽ ഞാനത് ഒരു കണിക്കൊന്ന മോഡൽ ഫ്ലവറാണ് ഈ കാണുന്നത്. പിന്നെ അങ്ങനെ ഞാനിത് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ നൂലിൻ്റെ അറ്റത്തായിട്ട് ഞാനിങ്ങനെ ഈ സാധാ ഫ്ലവേഴ്സ് ഉണ്ടാവുമല്ലോ, ഈ ഫ്ലവേഴ്സ് തന്നെ ഞാൻ നേരത്തെ ആ പർപ്പിൾ കളർ പെയിൻറ്റ് ചെയ്ത് വെച്ചത് എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് ഇതുപോലെയുള്ള ഈ ഒരു സൈസിൽ ഇങ്ങനെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കിട്ടും. എന്നിട്ട് അതൊക്കെ ഞാനിങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ചതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ ഇതാക്കി എടുത്തു. എന്നിട്ട് ഓരോരോ ടാപ്പ് ഉണ്ടല്ലോ, ടാപ്പ് ഓരോരോ പീസായിട്ട് ആദ്യം തന്നെ ഞാൻ ഒട്ടിക്കാളൊക്കെ തന്നെ വെച്ചു കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നു. നേരത്തെ എടുത്ത് വെച്ച ആ വട്ടം ഉണ്ടല്ലോ, ആ വട്ടം എടുത്തിട്ട് ഇതുപോലെ ഒരു കോൺ മോഡൽ വെട്ടിയെടുക്കണം. വെട്ടിയെടുത്തിട്ട് അതിൻ്റെ അറ്റം മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് മാത്രമായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കാണുന്ന സൈഡ് മാത്രം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കി ഫ്ലവേഴ്സ് എല്ലാതും കൂടി ഇതിനകത്തൊന്ന് നല്ലപോലെ നിറച്ച് കൊടുക്കണം. പിന്നെ നേരത്തെ ഞാനൊരു ഗ്രീൻ കളർ പേപ്പറിൽ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട്. ഉണക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ നിവർത്തിയിട്ട് ഒരു 8-6 പീസൊക്കെ ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് അതിനകത്ത് ലീഫ് ഉണ്ടാക്കണം. അതെ ലീഫ് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ വേണമെന്നുണ്ടെങ്കിൽ അത് പേപ്പറിലും ചെയ്യാം. ഈ ഒരു ഫ്ലവറും വെജിറ്റേറിയൻ ഫ്ലവേഴ്സും നിങ്ങൾക്ക് പേപ്പറിലും ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ആ പെയിൻറ്റ് ചെയ്യുന്നതോ നമുക്ക് പേപ്പറിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഷ് വെച്ചിട്ട് കളർ ചെയ്യേണ്ട ആവശ്യമില്ല. പേപ്പറിൽ ചെയ്യുമ്പോൾ നിങ്ങൾ പെയിൻറ്റ് വെച്ചിട്ട് വാട്ടർ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇതിപ്പോൾ ഞാൻ ടിഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ഭംഗിയായിട്ട് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ടിഷ്യൂ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 അല്ലെങ്കിൽ ന്യൂസ് പ്രിൻ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ വെച്ചിട്ട് ചെയ്യാം. പെയിൻറ്റിങ്ങിനൊക്കെ പറ്റിയ പേപ്പർ എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ മേലോട്ട് വന്ന് ബാക്കിയുള്ള നൂലുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ ഫ്ലവേഴ്സിൻ്റെയും മുകളിലായിട്ട് ഇതുപോലെ ലീഫ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലീഫ് അറിയാതെ കീറിപ്പോയിട്ടോ, പക്ഷെ അതായത് ഞാൻ അതൊക്കെ സെറ്റാക്കി എടുത്തു. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൽ കാണുന്നത് പോലെയല്ല, നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷേ എന്തോ എനിക്കൊരു എംപ്റ്റി ആയിട്ട് തോന്നിട്ടോ. അപ്പോൾ ഞാൻ ബാക്കി വന്ന കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കിയതിൽ തന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് നമ്മുടെ ഈ ഒരു അഹോല അങ്ങനെ എന്തോ കൊളാമ്പിപ്പൂ അതുപോലത്തെ ഒരു ഫ്ലവർ ഉണ്ടാവുമല്ലോ, അത് ഞാൻ ഈ ഫ്ലവർ വെച്ചിട്ട് കവർ ചെയ്തെടുത്തു കേട്ടോ. ഫുള്ളായിട്ട് ഇതുണ്ടോ അവിടെ കേട്ട് ഇങ്ങനെ കവർ ചെയ്തെടുത്തു. കണ്ടാ ഇപ്പോൾ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. റിയലായിട്ട് മീൻസ് ശരിക്കും നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയെടുത്ത കുറച്ച് വേറെ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉണ്ടാക്കിയതാണ്. ഇതുപോലെയുള്ള സംഭവം എടുക്കുക. മീൻസ് ഒരു വട്ടം എടുത്തിട്ട് അതിൽ ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുക, ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇതുപോലെ സെൻറ്ററിൽ ചുരുട്ടി വെക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. പിന്നെ എന്നിട്ടത് ഒക്കെ കൂടി ഒട്ടിച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്ലവർ കിട്ടും. പിന്നെ ആ ഒരു ഫ്ലവർ എല്ലായിടത്തും ഞാനൊന്ന് കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൂമ്പാറ്റകൾ പറക്കുന്ന പോലെ ഉണ്ടായിരുന്നു. മീൻസ് റിയലായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, ക്യാമറയിൽ കാണുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നുമില്ല. പിന്നെ ഞാൻ ഓരോന്ന് വെച്ചിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ആദ്യം ഫോട്ടോസ് വെച്ചിട്ട് ട്രൈ ചെയ്തു, പിന്നെ ഞാൻ ചെടികളൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്തു, പിന്നെ ട്രോഫീസൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്തു കേട്ടോ. സോ ബൈ ബൈ, സീ യു ഓൺ ദി നെക്സ്റ്റ് വീഡിയോ. സോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യണേ.